ജുനൈദ് കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 2015 ഇറങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഹോണ്ട അമേസ് ആണ് കേട്ടോ പരിചയപ്പെടുന്നത്. ഹോണ്ട അമേസിന്റെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളി ഫ്രണ്ടേജ് ആണ് വരുന്നത്. ചെറിയൊരു ക്യൂട്ട് സെഡൻ ടൈപ്പ് വണ്ടിയാണ് ഹോണ്ട അമേസ് എന്ന് പറയുന്നത്. ഹോണ്ടയുടെ അടിപൊളി വണ്ടിയാണ്, നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ്. ഡീസലാണ് ഈ ഒരു വണ്ടി വരുന്നത്. പിന്നെ ഫ്രണ്ട് ടയറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 4 ടയറും ഒരു 80% ആവറേജ് ഓടാനുള്ള ടയർ കാര്യങ്ങൾ വരുന്നുണ്ട്. വൈറ്റ് കളറാണ്. ഫ്രണ്ട് ഭാഗം ഹെഡ്ലാമ്പ് ഒക്കെ നല്ല വലിപ്പമുള്ള ഹെഡ്ലാമ്പാണ്, നല്ല ക്ലാരിറ്റി ഉള്ള ഹെഡ്ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന്റെ വിൻഷീൽഡ് റീപ്ലേസ് വന്നിട്ടുണ്ട്. റീറൈസേഷൻ വണ്ടികൾക്കെല്ലാം റീപ്ലേസ് ഒരു ഒട്ടുമിക്ക വണ്ടികൾക്ക് ഉണ്ടാകുന്നതാണ്. ഈ ഒരു വാഹനത്തിനും റീപ്ലേസ് വന്നിട്ടുണ്ട്. പക്ഷേ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഫുൾ ചെക്ക് ചെയ്തതാണ്. സൈഡ് മിറർ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത്. വൈറ്റ് കളറിലാണ്. വലിയ ഹൈറ്റും കാര്യങ്ങളൊന്നും ഉള്ള വണ്ടിയൊന്നുമല്ല. അപ്പൊ നമുക്ക് എവിടെയും നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചെറിയൊരു ക്യൂട്ട് വണ്ടിയാണ്. മൈലേജ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഈ ഒരു വാഹനത്തിന് മൈലേജ് എന്ന് പറഞ്ഞാൽ 28 കിലോമീറ്റർ ഒക്കെ ആവറേജ് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. എങ്ങനെ വന്നാലും നമ്മുടെ റോഡിൽ ഒരു 25ന്റെ മുകളിൽ ഡീസലിന് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഹോണ്ടന്റെ അമേസ് ഡീസൽ എന്ന് പറയുന്നത്. പുറകിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വണ്ടിയാട്ടോ. പിന്നെ പുറകില് വൈപ്പർ കാര്യങ്ങളൊന്നും വരുന്നില്ല, നല്ല നീറ്റാണ്. KL10 BF നമ്പറിലാണ് വണ്ടി റീറൈസേഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന ഏതൊരു കാറിനേക്കാൾ അത്യാവശ്യം നല്ല ബൂട്ട് വരുന്നുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പൊ എന്ത് സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാനും ഈ ലോഡിങ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് കേട്ടോ. നല്ല സ്പേസ് വരുന്ന ഒരു വണ്ടിയാണ്. മൈലേജ് ഞാൻ പറഞ്ഞില്ല, നല്ല മൈലേജുമാണ്, ഒന്നും നോക്കാനില്ല. അതേപോലെ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 3 ആൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. നല്ല ലെഗ് റൂം വരുന്നുണ്ട്. അതേപോലെ ആംറസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതേപോലെ സീറ്റിന്റെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, പാർസൽ ട്രേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. പിന്നെ വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പവർ വിൻഡോന്റെ ബട്ടൺ വരുന്നുണ്ട്. സൈഡ് മിററൊക്കെ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്. അതേപോലെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. AC വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. നല്ല മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കൂടുതൽ ഇറങ്ങുന്ന ഒരു വണ്ടി കൂടിയാണ് കേട്ടോ ഈ വണ്ടി. ഹോണ്ടയുടെ 2014 മോഡല് 15 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. ഈ ഒരു വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് 3,20,000 രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. നെഗോഷ്യബിൾ റേറ്റ് ആണ്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് മാത്രമല്ല, ഇതിനൊരു 2-2.5 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ബാങ്ക് ലോണും കേരളത്തിൽ എവിടെയും കൊടുക്കാൻ പറ്റും. അപ്പൊ കുറഞ്ഞ പൈസ മുടക്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ല. ഹോണ്ടയുടെ ഒരു പ്രത്യേകം പറഞ്ഞാൽ വലിയ മെയിൻ്റനൻസ് ഇല്ലാത്തന്നെ കൊണ്ടെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അങ്ങനെ ഒരു വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 2-3 നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ ഏതിലും കോൺടാക്ട് ചെയ്താൽ മതി. വണ്ടി ഉള്ളത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിലേക്ക് പോകുമ്പോൾ മേൽമുറി ആലത്തൂർപ്പടി എന്ന സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പൊ ഷോപ്പിലാണ് വണ്ടി ഉള്ളത്. നിങ്ങൾ നേരിട്ട് വന്നോളി, നമ്പറിൽ വിളിച്ചിട്ട് വരാം. ബാക്കി എല്ലാ ഡീറ്റെയിലും ഫോട്ടോസ് കാണാനൊക്കെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഫുൾ ഡീറ്റെയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഇത്രയും നേരം നിങ്ങളൊരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.